ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷ്ണ മെസ്സേജ് ആണ്. ആദ്യമായി നമുക്ക് കിട്ടിയിരിക്കുന്നത് എവേർഷൻ ടു ഫോൾട്ട് ഫൈൻഡിങ് ആണ് ഫസ്റ്റ് കാർഡ്. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ജ്ഞാനിയായാലും എത്ര മാത്രം നമുക്ക് അറിവുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മളൊരു പാവമായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ തെറ്റ് ചെയ്യാത്ത ഒരാളിനെ നമ്മൾ ഒരിക്കലും എന്ത് പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു അധികാരവും ഇല്ല എന്നാണ് പറയുന്നത്. ഓരോ സോള് വന്നിരിക്കുന്നത് അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ആ സോളിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്തിട്ട് ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ ഉള്ള ഒരു ദൗത്യവുമായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആരെക്കുറിച്ചും നമുക്കറിയില്ല, അവരെന്തിനാണ് വന്നത്, അതെന്ത് സോളാണ്, നമുക്കതുകൊണ്ട് ആരെയും കുറ്റം പറയാനുള്ള അധികാരമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും ജ്ഞാനങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതും എല്ലാം എന്താണ്, വളരെയധികം ഈ ഒരു സമുദ്രം, ഈ ഒരു ജീവിതമാകുന്ന ഒരു സമുദ്രം കടക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണ്. ദൈവത്തിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു വഴിയാണ്. ദൈവത്തിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഓരോ സ്ക്രിപ്റ്റുകളും ഓരോ ഇതുകളും വായിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഉണ്ടാക്കുന്നത്. നോളജ് എന്ന് പറയുന്നത് വളരെയധികം എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. പ്രധാനമായിട്ട് പറയുന്നത് ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കുറ്റം പറയാൻ പാടില്ല എന്ന് തന്നെയാണ് മെയിനായിട്ടും കാണുന്നത്. രണ്ടാമത് കിട്ടിയിരിക്കുന്നത് സാക്രിഫൈസ് എന്നാണ്. നമ്മൾ നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടതാണ്. സ്പിരിച്വലി ഉള്ള വ്യക്തികൾ ഭഗവാനിലേക്ക് സാക്രിഫൈസ്, നമ്മുടെ എല്ലാം നമ്മളെ തന്നെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ഈ കർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ അതിനെ എന്ത് ചെയ്യും, ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. അത് നമ്മുടെ കർമ്മങ്ങളല്ല, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടിയും വരില്ല. ഭഗവാൻ അറിയാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴാണ് ഭഗവാനിലേക്ക് പോകേണ്ടത് എന്ന് ഭഗവാൻ നന്നായിട്ടറിയാം. അപ്പോൾ സാക്രിഫൈസ് ചെയ്യുക, സ്വന്തം മനസ്സിനെ, സ്വന്തം ജീവിതത്തിനെ, ചെയ്യുന്ന കർമ്മങ്ങളെ ഭഗവാനിലേക്ക് സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, എല്ലാ ജീവികളെയും സഹായിക്കുക, എല്ലാ മനുഷ്യരെ സഹായിക്കുക എന്നതാണ്. അപ്പോൾ താങ്ക് യു മൈ വ്യൂവേഴ്സ്.